ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, ഇതിനെക്കുറിച്ചിട്ട് മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, HRA. എംപ്ലോയി എത്രയാണ് റെൻറ്റ് കൊടുക്കുന്നതെന്നും ലാൻഡ് ലോഡിൻ്റെ നെയിം, അഡ്രസ്സ്, പാൻ എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് റെൻറ്റ് റെസിപ്റ്റിനോടൊപ്പം എംപ്ലോയർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് എംപ്ലോയി. നെക്സ്റ്റ് വണ്ണാണ് നെഗറ്റീവ് ഇൻകം. ഹൗസ് പ്രോപ്പർട്ടി ലോസ് അല്ലാതെ മറ്റൊരു നെഗറ്റീവ് ഇൻകവും എംപ്ലോയി ഡിക്ലെയർ ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് 80C to 80U, അതായത് 80C മുതൽ 80U വരെയുള്ള സെക്ഷനിൽ പറയുന്ന ഡിഡക്ഷൻസ് എംപ്ലോയർ അലൗ ചെയ്തു കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, സാലറി ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ. അതായത് ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സ് ഉണ്ടെങ്കിൽ ആര് വേണമെന്ന് എംപ്ലോയിക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അവിടെ ചോയ്സ് പോകുന്നത് എംപ്ലോയിക്കാണ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ്, ടാക്സ് ലയബിലിറ്റി. റേറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. എംപ്ലോയർക്ക് പാൻ കാർഡ് ഇല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത് നോർമൽ റേറ്റും 20% കമ്പയർ ചെയ്തിട്ടായിരിക്കും. ഇതിൽ ഏതാണ് കൂടുതൽ അതായിരിക്കും ഡിഡക്റ്റബിൾ ടാക്സ് ആക്കിയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എക്സംഷൻ ലിമിറ്റ്. എസ്റ്റിമേറ്റഡ് ഇൻകം എന്ന് പറയുന്നത് എക്സംഷൻ ലിമിറ്റിന് മുകളിലാണെങ്കിൽ മാത്രമേ ടാക്സ് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. എക്സംഷൻ ലിമിറ്റിന് താഴെ ആണ് എസ്റ്റിമേറ്റഡ് ഇൻകം വരുന്നതെങ്കിൽ അവിടെ നമുക്ക് യാതൊരു ഡിഡക്ഷനും അലൗഡ് അല്ല. നെക്സ്റ്റ് 7th പോയിന്റ് ആണ് മന്ത്ലി. ടോട്ടൽ ടാക്സിനെ ഓരോ മാസത്തേക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ മാസവുമാണ് ഈ ഡിഡക്ഷൻ നടക്കുന്നത്. സാലറിയിൽ ഓരോ മാസവും ഈ ഡിഡക്ഷൻ നടക്കുന്നുണ്ട്. നെക്സ്റ്റ്, TDS സർട്ടിഫിക്കറ്റ്. അതായത് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ എംപ്ലോയിക്ക് TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഡെപ്പോസിറ്റ് ഓഫ് ടാക്സ്. ഡിഡക്ഷൻ നടത്തുന്നത് ഗവൺമെൻറ് ആണെങ്കിൽ വിത്തൗട്ട് IT ചലാൻ ആണെങ്കിൽ സെയിം ഡേയിൽ തന്നെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, അതിന് പകരമായിട്ട് അക്കമ്പനീഡ് ബൈ ചലാൻ ആണെങ്കിൽ മന്ത് അവസാനിക്കുന്നത് മുതൽ 7 ദിവസം വരെയുള്ള സമയത്തിന് നമുക്ക് ഡിഡക്റ്റ് ചെയ്തു കൊടുക്കണം. നെക്സ്റ്റ്, അതർ ഡിഡക്റ്റേഴ്സ് ആണെങ്കിൽ മാർച്ച് മുതൽ ഏപ്രിൽ 30 ഉള്ളിൽ ഡിഡക്റ്റ് ചെയ്തതായിട്ട് കാണിക്കണം. ഇനി വേറെ എന്തെങ്കിലും കേസ് ആണെങ്കിൽ മാസം അവസാനിക്കുന്നത് മുതൽ 7 ദിവസം വരെ ഡിഡക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. അതിനുള്ളിൽ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. ലാസ്റ്റ് പോയിന്റ് ആണ് ഫയലിംഗ് ഓഫ് ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ്. കൊല്ലത്തിൽ ക്വാർട്ടർലി ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതായത് 3 മാസം കൂടുമ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഫ്രം അക്യുമുലേറ്റഡ് ബാലൻസ് ഓഫ് ദ RPF വിഡ്രോൺ ബൈ ദ എംപ്ലോയി. അതായത് എംപ്ലോയി RPF വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ PF വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയിയുടെ കേസിൽ നിന്നും അതിൽ നിന്നും 10% ടാക്സ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ടാക്സിൻ്റെ പേരിൽ 10% ചെയ്യാം. 30,000 രൂപയ്ക്ക് കുറഞ്ഞ PF എമൗണ്ട് ആണെങ്കിൽ ടാക്സ് ഡിഡക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതായത് 30,000-ന് മുകളിലുള്ള എമൗണ്ട് പിൻവലിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ ടാക്സ് ഡിഡക്ഷൻ നടക്കുന്നുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ആൻറ്റിസിപ്പേറ്റഡ് ടാക്സബിൾ സാലറി ഇൻകം ഓഫ് ശ്രീ വിദ്യ ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2019-2020 ഈസ് ₹11,50,000. കമ്പ്യൂട്ട് ദ TDS. അപ്പോൾ ഇതിൽ സാലറി ഇൻകം ആണ് തന്നിട്ടുള്ളത്, ടാക്സബിൾ ആയിട്ടുള്ള സാലറി ഇൻകം ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നോക്കാം. 11,50,000-ന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണ് ₹1,57,500. അതിൻ്റെ കൂടെ നമ്മൾ 4% സെസ് ആഡ് ചെയ്തതായിട്ട് കാണിക്കണം. അതായത് ടാക്സ് എമൗണ്ടിൻ്റെ മുകളിൽ, അതായത് 1,57,500-ൻ്റെ മുകളിൽ 4% സെസ് ആക്കിയിട്ട് നമ്മൾ ആഡ് ചെയ്യണം. അതാണ് 6,300 ആഡ് ചെയ്യുമ്പോൾ ടാക്സ് പേയബിൾ കിട്ടുന്നത് 1,63,800 ആണ്. അത് നമ്മൾ മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 13,650 ആവുന്നുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ പ്രോബ്ലം. നെക്സ്റ്റ് സെക്കൻഡ് പ്രോബ്ലം ആണ്, നിഖിൽസ് ടാക്സബിൾ ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി ഈസ് കമ്പ്യൂട്ടഡ് അറ്റ് 8 lakh, കോൺട്രിബ്യൂഷൻ ടു RPF 1 lakh,
LIC premium paid 20,000, purchased shares of eligible issue of capital 7,000, loss under the house property 50,000, compute the amount of tax to be deducted at a source during the financial year. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷനാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് TDS ഫ്രം സാലറി. അത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ സാലറി ഇൻകം, ടാക്സബിൾ സാലറി ഇൻകം 8 lakh ആണെന്ന് പറഞ്ഞു. അതിൽ നിന്നും ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ലോസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. പ്ലസ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 50,000. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും 7,50,000. ഇനി അതിൽ നിന്ന് നമുക്ക് 80C പ്രകാരം കുറച്ച് ഡിഡക്ഷൻസ് അലൗഡ് ആണ്. അതായത് RPF 1 lakh, അതിൻ്റെ കൂടെ LICൻ്റെ എമൗണ്ട് നമ്മളിവിടെ കാണുന്നത് സം അഷ്വേർഡിൻ്റെ 10% ആണ്. അതായത് 1,50,000 ആയിരുന്നു സം അഷ്വേർഡ്, അതിൻ്റെ 10% 15,000 ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് എലിജിബിൾ ഷെയർസ്, അത് 7,000. ഇവയൊക്കെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടുന്നത് 6,28,000 ആണ് നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അതിൽ നിന്നും ഇൻകത്തിൻ്റെ മുകളിൽ ടാക്സ്, യഥാർത്ഥ ടാക്സ് എന്ന് പറയുന്നത് 38,100 ആണ്. അതിൻ്റെ കൂടെ 4% സെസ് ആഡ് ചെയ്യാനുണ്ട്, അതാണ് 1,524. ടാക്സ് ടു ബി ഡിഡക്റ്റഡ് ഫ്രം സാലറി, അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ സാലറീൻ്റെ മുകളിൽ ഒരു കൊല്ലം ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത്. അത് റൗണ്ടഡ് ആക്കിയിട്ട് 39,620 എഴുതിയത്. നെക്സ്റ്റ് മന്ത്ലി ഡിഡക്ഷൻ ഫ്രം സാലറി എന്ന് പറയുന്നത്, അപ്പം അതിന് ഓരോ മന്തിലേക്ക് കണക്കാക്കുമ്പോൾ 3,302 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. താങ്ക് യു.